ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് പെരുമ്പടപ്പിൽ തന്നെയാണ്. പെരുമ്പടപ്പിൽ ഒരു റിനോവേഷൻ ചെയ്ത ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു ട്രഡീഷണൽ ലുക്കാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്ട്രക്ചറിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കിച്ചൺ ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ഏരിയാസ് നമ്മൾ ബാത്റൂം, കിച്ചൺ അങ്ങനത്തെ ഏരിയാസൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് ആദ്യം തന്നെ നമുക്ക് എക്സ്റ്റീരിയർ കാഴ്ചകളിലേക്ക് പോവാം. കായൽ തീരത്തിനോട് ചേർന്ന് വിശാലമായ ഭൂവിസ്തൃതിയിലുള്ള ഈ ഒരു വീട് ഹസൻ സൗദ ദമ്പതികളുടേതാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ അതുപോലെ തന്നെ ഗാർഡനും ഒക്കെ നന്നായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം പ്രകൃതിയോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളിവിടെ 500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കിളിക്കൂട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനകത്ത് നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള പ്രാവുകള്, നല്ല സ്റ്റൈലൻ ലവ് ബേർഡ്സ്, പിന്നെ അതുപോലെ തന്നെ മുയലുകൾ എല്ലാം ഉണ്ടിട്ട് അതിനൊക്കെ സെപ്പറേറ്റ് കൂടെ അതിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്, അതുകൊണ്ട് തന്നെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങളടങ്ങിയ ഒരു ചെറിയൊരു പോണ്ട്, കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആക്കിയിരിക്കുന്നു കേട്ടോ. ഈ ഒരു കിളിക്കൂട് ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു ഇതിനടുത്ത് നിൽക്കുമ്പോൾ. ഈ വീടിൻ്റെ നിലവിലുണ്ടായിരുന്നത് ഫ്ലാറ്റ് റൂഫായിരുന്നു. ക്ലയൻറ്റിൻ്റെ ആവശ്യാർത്ഥം ഈ വീടിൻ്റെ ലുക്ക് മൊത്തത്തിൽ ട്രഡീഷണൽ ആക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഡ്രസ് വർക്ക് ചെയ്ത് അതിനു മുകളിൽ ചൈനീസ് സെറാമിക് റൂഫ് ടൈലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫിൻ്റെ എൻഡിൽ ഒന്നുകൂടെ മാറ്റുകൂട്ടുന്നതിനും ലീക്കേജിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാനും വേണ്ടി സൈൻ ഗോബൻ്റെ 12 mm തിക്നെസ്സിലുള്ള ഗ്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4 പില്ലർ വെച്ചിട്ട് അതിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് സെയിം റൂഫ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പില്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈൽ കൊണ്ട് തന്നെയാണ് ഗ്യാപ്പിൽ നമ്മൾ എപ്പോക്സി ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് കടന്നു പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റർ ആവുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു വാസ്റ്റ് സ്പേസ്ഡ് എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് വേണ്ടി ഫുള്ളി വുഡനിലാണ് ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവൻ ഈ ഇരിക്കുന്ന സീറ്റ് അടക്കം വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ എൻഡ് പോർഷനിൽ ഇവിടെ ഒരു നിലവിലൊരു പില്ലർ ഉണ്ടായിരുന്നു. ആ പില്ലർ എടുത്തു മാറ്റി അതിന് പകരം എച്ച് ചാനലിൽ ലോഡ് കൊടുത്തിട്ടാണ് വുഡൻ സീലിംഗ് ചെയ്തിരിക്കുന്നത്. നിലവിൽ 4 പില്ലേഴ്സ് ആണ് ഈ സിറ്റ് ഔട്ടിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പില്ലേഴ്സും അതുപോലെ തന്നെ ഈ സീറ്റും വുഡൻ പാനലിങ്ങും ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. സീലിംഗ് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ്. ഒരു വിശാലമായ സിറ്റ് ഔട്ടാണ് ഈ വീടിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തെ തൂങ്കം പോലെ ഒരു എൽ ഷേപ്പിൽ അതിവിശാലമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഈ വീടിന്റെ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളും ബോർഡറിംഗിൽ ബ്ലാക്ക് ഗ്രാനൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. LED ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റും നൽകി ഒരു മോഡേൺ ലുക്കിലാണ് ഈ വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ഡോറിന് വേണ്ടി ടേക്ക് വുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡോർ ഫ്രെയിമും ഡോർ ഷട്ടറും ടീക്കിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ഹാൾ സ്പേസും ഒരു ലേഡി സിറ്റിംഗ് സ്പേസോട് കൂടിയ ഒരു ഹാളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലായാണ് ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുന്നേ നിലവിലുണ്ടായിരുന്ന ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു ഡോർ എൻട്രൻസ് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റി ഈ വീടിനുള്ളിൽ നിന്ന് തന്നെ എൻട്രൻസ് നൽകിയാണ് ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ ആയിരുന്നു. അത് ക്ലോസ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു. ആ വാൾ മാറ്റിയിട്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് എൻട്രൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ലിവിംഗ് ഏരിയയുടെ റൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് ആണ്. അതിനകത്ത് വാം ലൈറ്റും പുറത്ത് LED ലൈറ്റിനുമാണ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഒരു ലെതർ ഫിനിഷിംഗ് ടച്ച് വരുന്ന വെൽവെറ്റ് മെറ്റീരിയൽ ആണ് സോഫ സെറ്റിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കർട്ടന് വേണ്ടി ബ്ലൈൻഡ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ എൻട്രൻസിലും ഡോർ ഫ്രെയിമിന് വേണ്ടി പർപ്പിൾ ഹെഡ് വുഡും ഡോർ ഷട്ടറിങ്ങിന് വേണ്ടി മഹാഗണി വുഡുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ ഒരു മാറ്റ് ഫിനിഷിംഗ് ഗ്ലാസ് വരുന്ന ഡിസൈനാണ് ഡോറിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഷോക്കേസ് നിലവിലുണ്ടായിരുന്നതാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം പോളിഷ് ചെയ്ത് അതിനെ നിലനിർത്തുകയായിരുന്നു. എൻട്രൻസ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇങ്ങനെ ഒരു ലേഡി സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയ ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കയറി വരുന്ന എൻട്രൻസ് ഭാഗത്ത് തന്നെയാണ് സ്റ്റെയർകേസ് വരുന്നത്. ഈ സ്റ്റെയർകേസ് മൊത്തം സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലാൻഡിംഗ് പോർഷനിൽ വരുന്നത് ഒരു ചെറിയൊരു ഹാൾ സ്പേസ് ആണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ബീം മൾട്ടിവുഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെയർകേസിന്റെ ലാൻഡിങ്ങിന്റെ അണ്ടർ സൈഡ് പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ തന്നെ മൈക്ക ലാമിനേറ്റ് ഫിനിഷിംഗിലാണ്. ഈ റൂമിന് വേണ്ടി സിമ്പിളായ രീതിയിൽ ജിപ്സം സീലിംഗ് നൽകി വാം ലൈറ്റോട് കൂടിയ അറേഞ്ച്മെന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്.
ഈ റൂമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു സ്പേസിലായിരുന്നു ബാത്റൂം അറേഞ്ച്മെന്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഭിത്തി പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആണ് ഒരു ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കണ്ടിട്ട് ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ കളറും പ്ലസ് തേക്ക് വുഡ് ഫിനിഷിങ്ങും ആണ് ഈ വാർഡ്രോബിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതേ സെയിം തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അതിനുവേണ്ടി ഇവിടെ സെയിം ലിവിംഗ് ഏരിയയിലെ ഗ്ലാസ്ഡ് ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രൈവസി നിലനിർത്തുന്നതോടൊപ്പം AC-യുടെ കൂളിംഗ് നിലനിർത്തുക എന്നതും ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഡോറ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ചു ഭാഗം എക്സ്റ്റൻഷൻ ആണ്. നിലവിലുണ്ടായിരുന്ന ഒരു ഹാഫ് കിച്ചനെ വീണ്ടും തറകെട്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വെന്റിലേഷന് വേണ്ടി 6 മീറ്റർ ലെങ്ത്തിൽ ഒരു വിൻഡോ നൽകിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിന് വേണ്ടി 8 സീറ്റർ ആണ് നൽകിയിരിക്കുന്നത്. വുഡനില് ടാബിൾ സെറ്റ് ചെയ്ത് ടോപ്പിൽ വൈറ്റ് ഗ്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൂഫ് നിലവിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് ഒരു ബീം നൽകിയിട്ടുണ്ടായിരുന്നു ലോഡിങ്ങിന് വേണ്ടി. അപ്പൊ ആ ഒരു ബീം കവർ ചെയ്യുന്ന രീതിയിലാണ് റൂഫ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോർണറിലാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ഫിനിഷിംഗിലാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി മൾട്ടി വുഡനില് തേക്ക് വുഡ് ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോണില് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലും. അതുപോലെ തന്നെ ഒരു ചെറിയ 3 ഡ്രോയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്നും വിസിബിൾ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ ടേക്ക് ലാമിനേഷനിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇവിടെ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇനി നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് മേലേക്കാണ്. അതിനുവേണ്ടി ഇവിടെ ഒരു ഗ്ലാസ് ഡിസൈനിങ്ങിലുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഡൈനിങ്ങിൽ നിന്ന് എൻ്റർ ആകുന്ന ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന ഒരു വർക്ക് ഏരിയ തന്നെയാണ്. അത് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആ വർക്ക് ഏരിയയിൽ തന്നെ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റോർ റൂമും ഒരു എക്സിസ്റ്റിംഗ് ഔട്ടർ ടോയ്ലറ്റും നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു പുതിയൊരു വെന്റിലേഷന് വേണ്ടി പുതിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോണ്ടറി സ്പേസ് ആയി നൽകിയിട്ടുണ്ട്. ഈ കിച്ചണിലുള്ള സ്ത്രീകൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇനിയാണ് നമ്മൾ എക്സ്റ്റൻഷൻ ഏരിയയിലേക്ക് കടക്കുന്നത്. ഇതാണ് നമ്മൾ മോഡേൺ കിച്ചണാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഏരിയ. ഞാനിവിടെ വീഡിയോ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കിച്ചണിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോർഷനാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്ലൂ ടച്ച് ഫിനിഷിംഗ് വരുന്ന ഗ്രാനൈറ്റ് ആണ്. നിലവിൽ ഉണ്ടായിരുന്ന ഗ്രാനൈറ്റിനോട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലായതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ നമ്മൾ ഇവിടുത്തെ വിൻഡോസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയാണ്. ഫ്രെയിമും ഷട്ടറിങ് ഒക്കെ സെയിം മഹാഗണിയിൽ തന്നെയാണ്. വാളിന് വേണ്ടി 4x2 ടൈല് കട്ട് ചെയ്തിട്ട് ബെൽറ്റ് ആയിട്ടും യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പില്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടേക്ക് വുഡില് ഫിനിഷിംഗ് വരുന്ന ടൈലാണ്. പിന്നെ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്കേർട്ടിങ് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് ചിസിൽ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതിന് പറയുന്നത് ടാപ്പറിംഗ് എന്നാണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാം സ്കേർട്ടിംഗ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ടാപ്പറിംഗ് ആണ് സ്കേർട്ടിംഗ്. പക്ഷെ 2 ടൈപ്പ് ഉണ്ട്, ടാപ്പറിംഗും ഉണ്ട്, മോൾഡിംഗ് ഉണ്ട്. മോൾഡിംഗ് ആണ് സാധാരണഗതിയിൽ ചെയ്യാറ്. ഇത് ടാപ്പറിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എൻ്റർ ആവുന്നത് സ്റ്റെയർ കേസിലേക്കാണ്. സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി മഹാഗണി വുഡിലാണ്. മുൻപ് ഉണ്ടായിരുന്നത് സ്റ്റീൽ വർക്കിൽ ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിൽ ആയിരുന്നു. അത് മാറ്റി ഫുൾ മഹാഗണിയിലാണ്. ഇവിടുത്തെ പോർഷൻ എല്ലാം നമ്മൾ മഹാഗണിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. റൈസിന്റെ പോർഷൻ എല്ലാം ഒന്നുകൂടെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി റൈസിന്റെ പോർഷനും എല്ലാം മഹാഗണിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഫുൾ സ്ക്വയർ ഷേപ്പ് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. ഈ സ്റ്റെയർ കേസ് എക്സിസ്റ്റിംഗ് സ്റ്റെയർ കേസ് തന്നെയാണ്. ഹാൻഡ് റെയിൽ മാത്രം മാറ്റിയിട്ടുള്ളൂ. ഫ്ലോറിംഗും ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇതിന് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലാൻഡിംഗ് ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ലാൻഡിംഗ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറുന്നു. ഇവിടെ ഒരു ലാൻഡിംഗ് വരുന്നുണ്ട്, ഇവിടെ ഒരു ലാൻഡിംഗ് വരുന്നുണ്ട്. അവിടെ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ടാണ് ഒരു ലാൻഡിംഗ് വരുന്നത്. ആ ഒരു ലാൻഡിംഗ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൺവാണ്ടഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മെയിൻ ലാൻഡിംഗ് ആണ്. ഈ മെയിൻ ലാൻഡിങ്ങിൽ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് കയറി പോകാനുള്ള എൻട്രൻസ് ആണുള്ളത്. ഒരു ബൈഫർക്കേറ്റഡ് സ്റ്റെയറിന്റെ ലുക്ക് തന്നെയാണ്. ലുക്കല്ല, ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ആണെന്ന് പറയാം. എന്ന് നമ്മൾ ഫസ്റ്റ് കയറുന്നത് ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. അവിടെ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ബുക്സും അതുപോലെ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജിപ്സം സീലിംഗിലാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ലൈറ്റ് അറേഞ്ച്മെന്റ്സും നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു പോർഷൻ. ഈ ഒരു സ്റ്റഡി ഏരിയയിൽ നിന്ന് താഴേക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാധാരണ ഹുക്കിൽ കൊടുക്കുന്നതിന് പകരം ഒരു റാക്ക് ബോൾട്ട് നൽകി അതിൽ നിന്ന് ഒരു ചെയിൻ കണക്ട് ചെയ്ത് ആ ചെയിനിലാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെയിൻ കാണാതിരിക്കാൻ വേണ്ടി ലെതർ ഫിനിഷിംഗിൽ വരുന്ന ഒരു കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ബെഡ്റൂമിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴത്തെ സെക്കൻഡ് റൂമിന്റെ അതേ ഇത് തന്നെയാണ് മോഡലിലേക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിലെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തത്
ഭിത്തി പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഔട്ടർ ചെയ്തതുപോലെ അതേ സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബിനുള്ള സ്പേസും താഴത്തെ സെയിം തന്നെയാണ്. ടേക്ക് വുഡില്, വൈറ്റ് ആൻഡ് ടേക്ക് വുഡിലാണ്, ഗ്ലോസി ഫിനിഷിംഗിലാണ് മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരികയാണ്. വീണ്ടും ആദ്യം വന്ന് നിന്ന ലാൻഡിങ്ങിലാണ്. ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്കാണ് നമ്മൾ നടന്നു നീക്കുന്നത്. ഇവിടെ ഒരു വരാന്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ആണ് നമ്മളുടെ സ്റ്റെയർ കേസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലൊരു വരാന്ത ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വരാന്തയുടെ എൻഡ് പോർഷനിലായിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ നാനോ വൈറ്റിലുമാണ് ടേബിൾ ടോപ്പ് നൽകിയിട്ടുള്ളത്. എന്റെ പോർഷനിൽ വാഷ് ബേസിൻ ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിൽക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ഒരു റൂം തന്നെയാണ്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിന് വലിയൊരു റൂഫ് ആയതുകൊണ്ട് തന്നെ 3 സ്പേസിലായിട്ടാണ് സീലിംഗ് വർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് വാം ലൈറ്റ് തന്നെയാണ്. ഇവിടെ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിൽക്കുന്നത്. ഇതും ഒരു സിമ്പിളായ രീതിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ അതിന്റെ സെയിം മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു 2 ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഒരു വാർഡ്രോബും ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഒരു ഔട്ടർ പോർഷനിലേക്കാണ്. ഇവിടെ മൊത്തം ഒരു വിശാലമായ ഒരു ഏരിയ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സോളാറിലാണ് ഈ ഒരു വീടിന്റെ മൊത്തം കാര്യങ്ങൾ വർക്ക് നടക്കുന്നത്. ആ ഒരു സോളാർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് റൂഫിലാണ് സോളാർ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് ഷീറ്റിൽ കവേർഡ് ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു സ്പേസ് കണ്ടിട്ടുള്ളത് ഒരു പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഫിറ്റ്നസിന് വേണ്ട ഏരിയയും നൽകിയിട്ടുണ്ട്. ഒരു വലിയൊരു വിശാലമായൊരു ഓപ്പൺ ടെറസ് തന്നെയാണ്. അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും. അതുപോലെ തന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.